എൻ്റെ പൊന്നെ, പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കുമുള്ള പ്രകൃതി ഭംഗി. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വിസ്മയിപ്പിക്കുന്ന നാച്ചുറൽ പ്രകൃതി ഭംഗി കാണുന്നത് ഇവിടെയാണ്. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ, ഇതിൻ്റെ പ്രകൃതി ഭംഗി എങ്ങനെയാണ് ഒന്ന് വിവരിക്കുക എന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. കഴിഞ്ഞ ദിവസം ഞാൻ ബാലിയിൽ പോയി വന്നതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതുകയാണ്. ഇന്തോനേഷ്യയിലെ വൺ ഓഫ് ദ പ്രീമിയർ ഐലൻഡാണ് ബാലി. ഈ ഐലൻഡിനെ ഐലൻഡ് ഓഫ് ഗോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും അമ്പലങ്ങളും അവിടുത്തെ പ്രതിഷ്ഠകളും ഒക്കെ തന്നെയാണ് കാണുന്നത്. ഈവൻ ആളുകളുടെ വീട്ടിലോട്ടുള്ള ഗേറ്റുകൾ പോലും ഒരു അമ്പലത്തിലേക്കുള്ള കവാടം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ പോയത് 4 nights and 5 days പാക്കേജിലാണ്. വാസ്തവത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ദിവസങ്ങൾ വെറും യാത്ര തന്നെയായിരുന്നു. എങ്കിലും 3 ദിവസങ്ങൾ കൊണ്ട് കൺകുളിർക്കെ കാണാനും മാത്രം ഉണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റണ്ണിങ് ബീച്ചസും അതുപോലെ വളരെ അത്ഭുതകരമായി മലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നെൽപ്പാടങ്ങളും ഒക്കെ വർണ്ണനാതീതമാണ്. അവിടെ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആദ്യം പോയത് യൂട്ടൺ ബീച്ചിലേക്കാണ്. അത് നമ്മുടെ കോഴിക്കോട്ടെ ബീച്ച് പോലെ തന്നെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഇവിടെ ഇറങ്ങാം. ഒരുപാട് ദൂരം നീളമുള്ള ഒരു ബീച്ചാണിത്. ഇവിടെയും ഈ ബാലിക്കാരുടെ ഗേറ്റ് പോലെയുള്ള ഗേറ്റുകളാണ് ഒരുപാട് കണ്ടത്. ഇവിടെ നിന്ന് നോക്കിയാൽ സൺസെറ്റ് കാണാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആ കടൽ തീരം വഴി ഒത്തിരി നടന്നിട്ട് പോന്നു. ഞങ്ങൾ ഫെബ്രുവരി 14 വന്നതിനാൽ വാലന്റൈൻസ് ഡേ ഡെക്കറേഷൻസും ആഘോഷവും ഒക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ചുമപ്പിൻ്റെ വിവിധ ഷെയ്ഡുകളൊക്കെ ഇട്ട് ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ പോയത് ബാലിയിലെ ഫേമസ് ആയ ബാലി സ്വിംഗ് ഉബഡിലാണ്. ഇവിടെ പല ഹൈറ്റിലുള്ള സ്വിങ്സ് ഉണ്ട്. 10 മീറ്റർ മുതൽ 78 മീറ്റർ വരെ പൊക്കത്തിലുള്ള സ്വിങ്സ്. എൻ്റെ പൊന്നെ, അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഏകദേശം $20 to $25 ആണ് ഇതിൻ്റെ ഫീസ്. ഇതുപോലെ ഈ കാണുന്നത് പോലെ ഇങ്ങനെ പറന്ന് പോകാൻ പറ്റും കേട്ടോ. ഞാനും ഒരു സ്വിങ്ങിൽ കയറി. ഗ്രൂപ്പിൽ നിന്നും വേറെ ആരും സ്വിങ്ങിൽ കയറാനില്ലാഞ്ഞതിനാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയെന്നുള്ളതാണ്. എല്ലാവരും ഈ മലയുടെ താഴ്വാരങ്ങളെല്ലാം കാണാൻ പോയപ്പോൾ ഞാൻ ഈ സ്വിങ്ങിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഫോട്ടോ പോലും എടുത്തു തരാൻ ആളില്ലായിരുന്നു പോയി. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ വെച്ചാണ് കുറച്ച് ഫോട്ടോ എടുത്തത്. എങ്കിലും ഞാൻ സ്വിങ്ങിൽ കയറി ആ ഹൈറ്റ്സിൽ കൂടി ഒരു ശലഭത്തെ പോലെ ഞാൻ പറന്ന് നടന്നു എന്നുള്ളതാണ്. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്കൊട്ടും പേടിയില്ലായിരുന്നു. താഴെ ഭയങ്കര കുഴിയാണ്, ഭയങ്കര കുഴി. പക്ഷേ അതിമനോഹരമായ പാടങ്ങളും കുന്നുകളും വളവുകളും ചെരിവുകളും എല്ലാമുള്ള പച്ചപ്പ് തന്നെ കാണാമായിരുന്നു. പിന്നെ ഞങ്ങൾ 2 ടെമ്പിൾസ് കണ്ടു. ഒന്ന് ഉലൻഡാൻ ടെമ്പിളും മറ്റേത് തനാലോട്ട് ടെമ്പിളുമാണ്. ഉലൻഡാൻ ടെമ്പിൾ ബറാട്ടൻ ലേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടാൽ ഒരു ഫ്ലോട്ടിംഗ് ടെമ്പിൾ ആണെന്നേ തോന്നത്തുള്ളൂ. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇവിടെ വന്ന് നിന്നാൽ ഹെവൻലി ആംബിയൻസ് ആണ് കിട്ടുന്നത്. അങ്ങോട്ട് നോക്കിക്കേ, ആ ടെമ്പിളും അതിൻ്റെ ചുറ്റുമുള്ള മലകളും, അതോ പച്ച വിരിച്ച മലകളും, പിന്നെ ആകാശത്തോട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ, പച്ച വിരിച്ച പർവ്വതങ്ങൾക്ക് അരിഞ്ഞാണമിട്ട പോലത്തെ വെള്ളി മേഘങ്ങളും, പിന്നെയോ അതിൻ്റെ പിറകിലായി ഒന്ന് നോക്കിക്കേ, നീലാകാശം കണ്ടാൽ ഒരു തടാകമാണെന്നല്ലേ തോന്നൂ. ശരിക്കും ഇവിടെ നിന്നാൽ ഹെവൻലി ഫീലാണ് കിട്ടുക. കൂടാതെ ഈ ഉലൻദനു ടെമ്പിൾ ബെറട്ടോൺ ലേക്കിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തണമെങ്കിൽ ഒരു ബോട്ടിൽ കയറി തന്നെ ആവണം. ഈ ടെമ്പിൾ കണ്ടാൽ തടാകത്തിൽ ഒഴുകി നടക്കുന്ന അമ്പലമാണെന്നേ തോന്നുന്നു. ടാനാലോട്ട് ടെമ്പിൾ ഒരു ഐക്കോണിക് ഹിന്ദു ടെമ്പിളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കടലിന് നടുവിലുള്ള ഒരു പാറയിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ വേലിയേറ്റവും വേലി ഇറക്കവും ശരിക്കും അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. രാവിലത്തെ സമയത്ത് വേലിയേറ്റമാവുമ്പോൾ സ്റ്റെപ്പ് വരെ വെള്ളം കയറും. അപ്പോൾ നമ്മൾക്ക് കടലിൽ ഇറങ്ങാനോ ആ ടെമ്പിളിൽ പോകാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം 4 മണിക്കാണ് പോയത്. അപ്പോൾ വേലിയിറക്കമായതിനാൽ ഞങ്ങൾ കടലിൽ കൂടി അമ്പലത്തിൽ പോയി. ഒരു കുറച്ച് ഭാഗത്ത് ഒരു പാദത്തിൻ്റെ അവിടം വരെയുള്ള വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിരയടിച്ചു വരുന്നുണ്ട്, എന്നാലും ശക്തിയൊന്നുമില്ല. അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് വഴി കയറണമെങ്കിൽ മുഖം കഴുകി നെറ്റിയിൽ അരിമണിയും പതിപ്പിച്ച് ചെവിയിൽ കൂളത്തിൻ്റെ പൂവും ചൂടി നേർച്ചയും ഇട്ടിട്ട് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ 2-3 പേര് കൂടി ഇവിടം വരെ വന്നതല്ലേ, അതുകൊണ്ട് ആ ടെമ്പിളിൻ്റെ സ്റ്റെപ്സ് വരെ ഞങ്ങൾ പോയി. അങ്ങനെ കടലിൽ കൂടി നടന്നു കയറി ഈ ടെമ്പിളിൽ. അതുപോലെ തന്നെ ഞങ്ങൾ ബാലിയിലെ ഹോളി സ്പ്രിംഗ് ഓഫ് തീർത്ഥ എംപൂൾ ടെമ്പിളിലും പോയി. ഇത് ഏറ്റവും ബിസി ആയിട്ടുള്ള ഹിന്ദു ടെമ്പിളാണ്. ഈ ടെമ്പിളിൽ ഹോളി സ്പ്രിങ്സുകളുണ്ട്.
ഈ ഹോളി സ്പ്രിങ്സിൽ കുളിച്ചാൽ ആളുകളുടെ പാപം എല്ലാം പോകുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ ടെമ്പിളിൽ കയറണമെങ്കിൽ നമ്മൾ എല്ലാവരും ലുങ്കി ഉടുക്കണം. ഈ ലുങ്കിയിൽ ഒരു യെല്ലോ ബോർഡർ ഉണ്ട്. ആ ബോർഡർ മുകളിൽ വരുന്നത് പോലെ ആക്കിയിട്ട് വേണം നമ്മൾ ഉടുക്കാനായിട്ട്. എനിവേ നമ്മൾ ലുങ്കി ഒന്നും കൊണ്ടുപോകണ്ട, അവിടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഉടുക്കാനായിട്ട് തരും. ഞങ്ങൾ 35 പേര് ലുങ്കിയൊക്കെ ഉടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഞങ്ങളൊരു ലുങ്കി ഡാൻസും പാസ്സാക്കി. ശരിക്കും ഈ അമ്പലത്തിലും ബാലി ശൈലിയിലുള്ള അനേകം ഗേറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിവേ നല്ല ഭംഗിയായിരുന്നു കാണാൻ. എൻ്റെ പൊന്നെ, അതിനുശേഷം ഞങ്ങൾ 4 ബീച്ചസ് കാണാൻ പോയി. അങ്ങോട്ടുള്ള പോക്കൊരു ഓഫ് റോഡ് യാത്രയായിരുന്നു. ഈ ബീച്ചസൊക്കെ കാണാൻ പോയത് നുസൈഡ പെനീഡ ഐലൻഡിലാണ്. അങ്ങോട്ട് പോകാനായിട്ടൊരു സ്പീഡ് ബോട്ടിലാണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞിട്ട് ആണ് ഓഫ് റോഡ് യാത്രയായിരുന്നു. നമ്മൾ വാഗമണ്ണിൽ ഓഫ് റോഡ് ജീപ്പ് യാത്ര ചെയ്യുന്നത് പോലെ അങ്ങനെ ആദ്യം പോയത് ഏഞ്ചൽസ് ബിലാബോങ് ബീച്ചിലാണ്. ഇവിടെ നമ്മൾക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല, കാരണം അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള വേവ്സ് ആണ് ഇവിടെ കാണുന്നത്. അഗ്നിപർവ്വതത്തിൻ്റെ പാറയിലെ ഇറോഷൻ കൊണ്ടുണ്ടായ നാച്ചുറൽ ഇൻഫിനിറ്റി പൂളാണിത്. ശരിക്കും അതിമനോഹരമായ കാഴ്ചയായിരുന്നു. ഇത് ഞങ്ങൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണുകയാണ്. നമുക്കതിന് താഴോട്ടൊന്നും ഇറങ്ങാൻ വഴിയുണ്ടോയെന്ന് പോലും അറിയത്തില്ല കേട്ടോ. പിന്നെ പോയത് ബ്രോക്കൺ ബ്രിഡ്ജ് ബീച്ചിലാണ്. എൻ്റെ പൊന്നെ, ശരിക്കും ഒരു സ്റ്റണ്ണിങ് വ്യൂ തന്നെയാണിത്. ഈ ബ്രോക്കൺ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ നീലയും പച്ചയും ഒക്കെ കലർന്ന വെള്ളം നുരഞ്ഞു പൊങ്ങി തീരത്തോട്ട് ആഞ്ഞടിക്കുന്നത് എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. പിന്നെ മറ്റൊരു ബീച്ചാണ് കിലിംഗ് കിങ് ബീച്ച്, അല്ലെങ്കിൽ ടീറെക്സ് ഡൈനോസറസ് ഇല്ലേ. കാരണം ഇവിടുത്തെ ഈ പാറ കണ്ടെന്നാൽ ഒരു ടീറെക്സ് പോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബീച്ചിനെ ടീറെക്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ടീറെക്സ് ഡിനോസറസ് ബീച്ച് എന്നും പറയപ്പെടും. ശരിക്കും ഇവിടെ എത്തിപ്പെടാൻ വളരെ പണിപ്പെട്ടു, കാരണം കുത്തിറക്കവും കയറ്റവും എല്ലാം ആയിട്ട് ഒരു വിധത്തിൽ വന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് നോക്കിയാൽ ആ ടീറെക്സ് ഡിനോസറിനെ പോലെ തോന്നിക്കുന്ന റോക്കുള്ള ഒരു ബീച്ചാണിത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ടെർക്കോയിഷ് ബ്ലൂ തൊട്ട് ഡാർക്ക് ബ്ലൂ വരെയുള്ള കളറുകളാണ് ഈ വെള്ളത്തിന്. എന്ത് പറയാനാണ്, ഇവിടുത്തെ ആളുകളുടെ ഇടി കാരണം എൻ്റെ ഒരു ഫോട്ടോ പോലും നല്ലതായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ക്രിസ്റ്റൽ ബീച്ചിൽ പോയി അവിടെ നമുക്ക് ഇറങ്ങാമായിരുന്നു കേട്ടോ. അവിടെ വെള്ളത്തിൽ ഞാൻ കാലുകളൊക്കെ ഒന്ന് നനച്ചു. വെള്ളം കണ്ടാൽ എനിക്ക് ചാടണം, അതിന് വേറെ ഡ്രസ്സൊന്നും ഇല്ലാഞ്ഞതിനാൽ ഞാൻ ആ തീരത്തുകൂടി ചെറുതായിട്ടൊന്ന് ഓടി. പിന്നെ ഈ ടൂറിൻ്റെ ഭാഗമായി ഒരു ക്രൂസ് ഡിന്നറും ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, പിന്നെ കണ്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കോൺ എന്ന് പറയാവുന്ന ഹണ്ടാറ ഗേറ്റ്. അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ചാടാനും മറ്റും സാധിച്ചത് ഭയങ്കര സന്തോഷം കിട്ടിയ നിമിഷങ്ങളാണ്. ഈ ഹണ്ടാറ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നല്ല ചിലവും ഉണ്ട് കേട്ടോ. എനിവേ ബാലി ഒന്ന് കാണേണ്ട പ്ലേസ് തന്നെയാണ്.